നല്ലവനായ സ്വർഗീയ പിതാവേ, ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, അനേകൻ പിതാവേ എൻ്റെ വചനം കേട്ട് അനേകം ദൈവത്തിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള കൃപ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇടപെടനെ സംസാരിക്കണമേ. ഞങ്ങൾ കുറവുള്ളവരും കുറ്റമുള്ളവരുമാണെന്ന് അറിയുന്ന കർത്താവേ, ദൈവമേ, നിന്റെ സന്നിധിയിൽ വരുന്ന അനേകർ വന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ, ഇത് കേൾക്കുന്നവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നടക്കുവാൻ കൃപ കൊടുക്കണം. പരിശുദ്ധാത്മാവിനോട് നടക്കണം പിതാവേ. ഇന്ന് വചനം പറയുമ്പോൾ നീ എൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവിനോട് നടക്കണം. യേശുനാമം തന്നെ ആമീൻ. 1 മുതൽ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മർത്യൻ അല്പായുസാണ്, അവൻ്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും, അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു, അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. സ്ത്രീയിൽ ജനിക്കുന്ന മർത്യൻ അല്പായുസാണ്. കാര്യം ജനിക്കുന്ന മനുഷ്യൻ നമ്മളെല്ലാവരും വിചാരിക്കും ഇഷ്ടം പോലെ ഒന്നും ഉണ്ടാക്കാം, ഇഷ്ടം പോലെ ഓടാം, ഇഷ്ടം പോലെ നടക്കാം. ഇന്ന് തമ്പുരാൻ അതാ പറയുന്നത്. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നത് മർത്യൻ അല്പായുസാണ്, അവൻ്റെ ദിനങ്ങൾ ദുരിതം. എന്നാൽ മനുഷ്യൻ ദുരിതത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ചിന്തിക്കുന്നുണ്ട് ദുരിതം. ഒരു മനുഷ്യൻ്റെ ദുരിതം എപ്പോഴാണ് വരുന്നത്? കഷ്ടകാലം എന്ന് പറയുമ്പോഴാണ്. അവൻ്റെ ജീവിതം തന്നെ നിരാശപ്പെടുത്തുന്ന ദുരിതം വരുമ്പോഴാണ്. അവന് പ്രത്യാശ ഉണ്ടാകുന്ന എപ്പോഴാണ്? ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോഴാണ്. നമ്മളിപ്പോഴും നടക്കുന്നത് ദൈവം എല്ലാം പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ നമ്മളൊരു കാര്യം പറഞ്ഞു, കുയില് കാക്കം കൗശലമായ കാക്കയുടെ ഇതിൽ വലിയ കൂടൊക്കെ മെണഞ്ഞു നിൽക്കുന്ന കാക്കയുടെ ഒന്നുമില്ലാതെ കുയിലിനെ വീടൊന്നുമില്ല. കുയിൽ കയറി മുട്ടയിടും. വലിയ കാര്യത്തെ ആ കാക്ക അതിനെ വളർത്തി വലുതാക്കി എല്ലാം കഴിയുമ്പോഴായിരിക്കും പറ്റിച്ചേന്ന് പറഞ്ഞുകൊണ്ട് കുയിൽ പോകുന്നത്. കേൾക്കുന്നുണ്ടോ? അന്നേരം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളതുപോലെ എല്ലാം പിടിക്കപ്പെടാനാണ് നമ്മൾ ഓടുന്നത്. എല്ലാം പിടിച്ചു. മാതാപിതാക്കളെ നോക്കാൻ പറ്റത്തില്ല, സഹോദരങ്ങളെ നോക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുക. എപ്പോഴെങ്കിലും നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് ജീവൻ തന്നെ? കാക്ക എന്ന് ബ്രഹ്മാവിൻ്റെ ഒരിക്കൽ പറഞ്ഞു, കോഴിയും പോയി. ഇവർ രണ്ടുപേരും ജീവിതത്തിന് വേണ്ടിയാണ് പോയത്. അന്നേരം ബ്രഹ്മാവിൻ്റെ ഒരിക്കൽ ചെന്നാൽ പറഞ്ഞു, കാക്ക പറഞ്ഞു എനിക്ക് ജീവൻ വേണമെന്ന് പറഞ്ഞു, കോഴി പറഞ്ഞു എനിക്ക് സൗന്ദര്യം വേണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും ബ്രഹ്മാവിന് കൊടുത്തു. കോഴിക്ക് 2 കിട്ടി, കാക്കയ്ക്ക് 1 കിട്ടി. നമ്മളെപ്പോഴും ജീവിക്കുന്ന ജീവിതം എങ്ങനെയാണ്? എല്ലാം പിടിച്ചു മേടിക്കണം. ആരുടെയും ഒന്നും വേണ്ട. അപ്പന് കൊടുക്കാൻ പറ്റത്തില്ല, സഹോദരങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല. പൈസ എന്ന് കർത്താവ് എന്താ പറഞ്ഞേ? എന്നേക്കാൾ കൂടുതൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് വിഗ്രഹമാണ്. നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അത് അയ്യോബിൻ്റെ പുസ്തകം പറയുന്നത്. അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു, അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. പുഷ്പം പോലെ വിടരുക, എല്ലാം പിടിച്ച് മേടിക്കുക. ആരുടെയെങ്കിലും പിടിച്ച് മേടിച്ച് സന്തോഷമായിട്ട് പോകുന്ന എത്ര പേരുണ്ട്? അവസാനം എല്ലാം മേടിച്ച് കഴിഞ്ഞ് വെള്ളം ഇറങ്ങത്തില്ല, ക്യാൻസറാ. കോഴി കൂവിയാൽ മതി, പ്രഷറാ, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ആഹാരം എല്ലാം ഉണ്ട്, ഷുഗറാ, ഒന്നും കഴിക്കാൻ പറ്റില്ല. അവസാനം നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. പിടിച്ചെന്ന് മേടിച്ചവരുടെ എല്ലാ അവസ്ഥ നോക്കിക്കോ. ഏത് വ്യക്തിയുടെയും പണക്കാരുടെ അവസ്ഥ നോക്കി. പുഷ്പം പോലെ വിരിയും, പെട്ടെന്നാണ് ഉണങ്ങിപ്പോകുന്നത്. പക്ഷേ നമ്മുടെ സഹോദരങ്ങളിൽ ഒന്നുമില്ല. പറയുന്ന എല്ലാം എന്തുവാ? ഞാനാണ് ദൈവത്തിൻ്റെ അടുത്ത ആളാണ്, ഞാൻ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ ഉടമയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു റെക്കമെൻഡും നടക്കത്തില്ല കേട്ടോ. അവിടെ ചെയ്തതിൻ്റെ നന്മ തിന്മകളെക്കുറിച്ച് അറിയാൻ തമ്പുരാൻ പതിവ് ഒരു അടയാളം വെച്ചിട്ടുണ്ട്. പതിവ് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ നമ്മൾ ആരായിരിക്കണമെന്ന്. അവൻ നിഴൽ പോലെ കടന്നു പോകും, അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. എന്താ നിഴൽ? പെട്ടെന്ന് എല്ലാം ഉണ്ടാകുന്നു. എല്ലാം 2 നില കെട്ടണമെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് ഒരു 50 നില കെട്ടിടത്തിനെ പൊളിച്ച് മാറ്റാൻ പറ്റും, ഒരു ബോംബ് വെച്ച്. പക്ഷേ ഈ 50 നില കെട്ടിടം എത്ര ദിവസം, എത്ര വർഷം നമ്മൾ ഉണ്ടാക്കണം? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. അന്നേരം എല്ലാവർക്കും സമാധാനം എവിടുന്നാണ് കിട്ടുന്നത്? നമ്മുടെ അടിസ്ഥാനമില്ലാത്ത സമാധാനം എല്ലാം വരണം. അവരുടെ വേണം, ഇവരുടെ വേണം, മറ്റാരും പോകരുത്, അവർ രക്ഷപ്പെട്ടു പോകരുത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഞാൻ മാത്രമേ ആകാവൂ, അയലോക്കെങ്ങും ആരും ഉണ്ടാകരുത്. അതല്ല ജീവിതം തമ്പുരാൻ. നിങ്ങൾ തമ്മിൽ സ്നേഹമുള്ളവരായി ജീവിക്കാനാണ് തമ്പുരാൻ പറഞ്ഞത്. ഇന്ന് ആരെങ്കിലും ഉണ്ടോ തമ്മിൽ സ്നേഹം? ഇല്ല. ഒരു പശുവിനെ വളർത്തി അതിൻ്റെ പാല കൊടുക്കുന്ന അമ്മുഞ്ഞപ്പാല ഒരു മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കാൻ സമയം അവർക്ക് സൗന്ദര്യം പോകുന്നു പറഞ്ഞു. ഇന്ന് പശുവിനെ വളർത്തി പശുവിൻ്റെ പാല കൊടുക്കും. അത് ഒരു പശുവിനെ കണ്ടാൽ ഇടിക്കും. ഇന്ന് നമ്മൾ സ്നേഹമില്ലാതെ സ്നേഹം അടന്നു മാറിപ്പോയി. ദൈവമുണ്ടോ? ഇല്ല. എല്ലാം സ്വന്തമായ സ്വാർത്ഥതയാണ്. എല്ലാം 1 മിനിറ്റ് കൊണ്ട് എല്ലാം നേടിയെടുക്കാനാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ നേട്ടം അവസാനം അത് ഒരു നേരത്തെ ആഹാരം കഴിക്കാനൊക്കാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ മറ്റുള്ളവരുടെ സഹായം നമുക്ക് വേണം. എന്നാലും ആദ്യമേ അവൻ ദൈവത്തിൻ്റെ നീതി അന്വേഷിച്ച്
ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, ദൈവത്തോട് പറ്റിച്ചേരുവാൻ നമ്മൾ വാഞ്ചയുള്ളവരായിരിക്കട്ടെ. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഞങ്ങൾ ഓരോരുത്തരും നിന്റെ കാര്യങ്ങളിലേക്ക് വരുന്ന കർത്താവേ. ഞങ്ങളും പലരും പല ബിസിനസ്സുകളായിട്ട് നിൽക്കുന്നവരാണ് കർത്താവേ. ഞങ്ങളുടെ ബിസിനസ്സുകൾ പലപ്പോഴും തന്നെ മടങ്ങിപ്പോകുന്ന കർത്താവേ. നിന്റെ ഇതപ്രകാരം മറ്റുള്ളവർക്ക് ജീവിപ്പാൻ, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ കുറവും കുറ്റമുള്ളവരാണ് ഞങ്ങൾ അറിയുന്നപ്പാ. അതൊന്ന് തിരത്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഓരോ മക്കളെ നിന്റെ ചിറകീഴിൽ അണിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവെ, നീ ആരുപേക്ഷിച്ചാൽ നീ ഉപേക്ഷിക്കുന്ന വാഗ്ദാനം തന്ന കർത്താവെ, ഈ അന്തിമ കാലങ്ങളിൽ കർത്താവെ, ദൈവത്തെ അറിയാത്ത മക്കളുടെ കൂടെ ഞങ്ങളെ ആക്കരുത് കർത്താവെ. ഓരോ ദിവസം നിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ, ദൈവമേ അനേകപ്പെട്ട നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, അനേകരെ നേടുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ നീ കൈവിടരുത്. തിരുവത്താകുന്ന ഓരോ മക്കളെയും ദൈവമേ, വിവാഹപ്രായത്തെ യുവതി യുവാക്കളുണ്ടല്ലോ ദൈവമേ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും ദൈവമേ ബന്ധങ്ങൾ ഒഴിഞ്ഞ് കോടതി മാത്രം ഒഴിഞ്ഞു പോകുന്നവരുണ്ടല്ലോ ദൈവമേ. ഒരു നേരത്തെ ആഹാരമില്ല, അവസരമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ എല്ലാ രോഗികളായും പലവിധമായ രോഗത്താൽ കിടന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരും ദൈവത്തിൻ്റെ ആണിപ്പുള്ള കരങ്ങളാൽ നീട്ടി അനുഗ്രഹിക്കുന്നുള്ള യേശു നാമത്തിൽ തന്നെ ആമീൻ.